ഹലോ കൂട്ടുകാരെ, നമുക്ക് നല്ല ചായക്കട സ്റ്റൈൽ സുഖിയനായാലോ? ഭയങ്കര എളുപ്പമുള്ള ഒരു പ്രിപ്പറേഷൻ ഞാൻ പറയാം. ഒരു 1.5 കപ്പ് ചെറുപയർ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് അതെടുത്ത് വെള്ളം കളഞ്ഞ് ഒരു 1.25 കപ്പ് വെള്ളം പ്രഷർ കുക്കറിൽ ഒഴിച്ച് നമുക്ക് അതൊന്ന് 2 വിസിലടിക്കുന്ന രീതിയിൽ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആ നേരം കൊണ്ട് ഒരു കപ്പ് നാളികേരം ചെരുക്കിയെടുക്കാം. ഒരു 5-8 ഏലക്കായ തൊലി കളഞ്ഞെടുത്ത് അതൊരു മിക്സിയിലിട്ട് നമുക്ക് അടിക്കാം. അപ്പോൾ ഏലക്കായ തൊലി കളഞ്ഞതും ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് അടിച്ചാൽ പെട്ടെന്ന് നല്ല രീതിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടും. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോഴേക്കും പ്രഷറെല്ലാം പോയി ചെറുപയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച നാളികേരം ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്കായ ഏലക്കായ പൊടിച്ചത് ചേർക്കാം. പിന്നെ കുറച്ച് ശർക്കര, 1 കപ്പ് ശർക്കര നല്ലതുപോലെ ഇതേപോലെ അരിഞ്ഞെടുത്ത് അതും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് കൈ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ കൈ കൊണ്ടാണ് ചെയ്യുന്നത്, കാരണം നല്ല രീതിയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല രീതിയിൽ കൈ കൊണ്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ഈ പാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എക്സ്ട്രാ ഉള്ള കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇത്തിരി കുറുകിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് കളയും. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഇതേപോലെ ഒരു 4 ടീസ്പൂൺ മൈദ എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി ഉപ്പും പിന്നെ കുറച്ച് വെള്ളം നമ്മൾ ആവശ്യത്തിന് ബാറ്ററിൻ്റെ ഒരു തിക്നെസ് നോക്കിയിട്ട് തിരിച്ച വെള്ളം ചേർത്ത് കൊടുക്കും. ഇങ്ങനെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ വെള്ളം നല്ലതുപോലെ കഴിയുമ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ബാറ്റർ റെഡിയാവും. ഇനി ചെയ്യേണ്ടത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ്ചറായിട്ടുള്ളത് ഇതേപോലെ നമുക്ക് ഉണ്ടകൾ ഉണ്ടാക്കാം. ഇതുകൊണ്ട് നല്ലതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇപ്പോൾ ചൂടൊക്കെ ഏതാണ്ട് പോയിട്ടുണ്ട്, നമുക്ക് കൈ കൊണ്ട് പിടിക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ അതേപോലെ ബോൾസ് ഉണ്ടാക്കി വെച്ചു. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ബാറ്ററിലേക്ക് ഇത് മുക്കിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സൈഡിൽ ഇത്തിരി കുഴിയുള്ളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ നേരത്തെ ഇത് മുക്കി വെച്ച ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ കൂടെ മുക്കി വെച്ച് അതിലേക്ക് ഇടാം. അപ്പോൾ നല്ല രീതിയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഇതേപോലെ അത് നല്ല രീതിയിൽ വേവണ നമുക്ക് ഫീൽ ചെയ്യും. ആ ശബ്ദം ഉണ്ടാവും, നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അപ്പോൾ പാത്രത്തിൻ്റെ വട്ടം അനുസരിച്ച് നമുക്ക് 3-4 പീസസ് അതിലിട്ട് നല്ല രീതിയിൽ അതിങ്ങനെ വേവും. പിന്നെ നല്ലതുപോലെ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിതിൽ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. ഇതേപോലെ റെഡിഷ് കളറായിട്ട് വരും ഇത്. അപ്പോൾ എണ്ണ കുറവാണെങ്കിൽ നമ്മൾ 2-3 വട്ടം ഇത് തിരിച്ചിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും വേവാക്കണം. പിന്നെ വേണമെങ്കിൽ നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ എണ്ണ എക്സസ് ഉണ്ടെങ്കിൽ അതങ്ങ് കളയാം. അപ്പോൾ അതേപോലെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചായക്കട സ്റ്റൈൽ സുഖിയൻ റെഡി. ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും.